ഈ ഓഡിയോ ഒന്ന് കേട്ടു നോക്കൂ. നിങ്ങളുടെ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിലേ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യുള്ളൂ. ഇപ്പൊ എന്റെ ചാനലും ഏതൊരു ചാനലായിക്കോട്ടെ നോട്ടിഫിക്കേഷൻ പോകുന്ന എത്ര പേരാണോ അത് കണ്ടാ കണ്ടു. കേട്ടല്ലോ ഈ ഓഡിയോ. ഇനി രണ്ടുപേരുടെ വോയിസ് കൂടി ഒന്ന് കേട്ടു നോക്കൂ. യൂട്യൂബ് കോർണർ മലയാളത്തിൻ്റെ ആളുടെ കയ്യിൽ ഞാൻ ക്യാഷ് കൊടുത്ത് പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ചാനൽ തന്നെ ഇല്ലാണ്ടായിട്ടുണ്ട്. എപ്പോഴാണോ ഞാൻ ചെയ്തത് അന്ന് മുതൽ എൻ്റെ ഉണ്ടായിരുന്ന വ്യൂസ് പോലും എൻ്റെ എല്ലാം കുറഞ്ഞു തുടങ്ങി. എനിക്ക് ആള് ഈ പെയ്ഡായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് 5000 രൂപ മേടിച്ചിട്ടാണ് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സിന് ആക്കി തന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഇത് കയറ്റി തന്നത് യൂട്യൂബ് കോർണറാണ്. അയാളെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്ത് തന്നത്. പക്ഷെ ഇതുവരെയായിട്ടും ഒരു മാറ്റവും വന്നില്ലെന്ന് പറഞ്ഞാൽ ഒരു മാറ്റവും വന്നില്ല. അതായത് പെയ്ഡ് പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള 2 കണ്ടന്റ് ക്രിയേറ്ററുടെ തർക്കങ്ങൾ തെളിവ് സഹിതം ഇവിടെ കാണിക്കുകയാണ്. നേരിട്ട് അവർ തമ്മിൽ തല്ലുകയല്ല കേട്ടോ. പരസ്പരം വാക്കുകളിലൂടെ അവരവരുടെ ഭാഗങ്ങൾ വിജയിപ്പിക്കാൻ നോക്കുകയാണ് അവർ ചെയ്യുന്നത്. ബാക്കി ഭാഗം കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. പെയ്ഡ് ആയിട്ട് വാച്ച് ടൈം ചെയ്താൽ കുഴപ്പമില്ല, അത് ചാനലിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റർ യൂട്യൂബ് കോർണർ മലയാളം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ക്രെഡിറ്റ് ഒരു ആനന്ദ കണ്ണീരൊക്കെ കേട്ട് ആരൊരു ക്രിയേറ്ററുടെ വോയിസ് വെച്ചിട്ട് ഇതാണ് എൻ്റെ ക്രെഡിറ്റ്, മനസ്സിൽ നന്മയുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റൂ എന്നുള്ളത്. യൂട്യൂബ് കോർണർ വന്ന് ക്യാമറക്ക് മുന്നിൽ ഒരു ഉളുപ്പും ഒരു ഇതും ഇല്ലാതെ വന്ന് പറയാണ് ഇത്രയേ ഉള്ളൂ കാര്യം, ഓർഗാനിക് ആയിട്ട് കിട്ടും. എന്നിട്ട് അതിന്റെ ഇടയിലും സ്ക്രീൻഷോട്ട് വെച്ചിട്ട് പാവങ്ങളെ പറ്റി ഞാൻ ഈ പാവങ്ങൾ ഒന്നും അറിയാത്ത കേട്ടല്ലോ. ഈ പുള്ളിക്കാരൻ മറ്റൊരു യൂട്യൂബറെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലാണ് ഇവിടെ വീഡിയോയിലൂടെ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആരോപണ വിധേയനായ യൂട്യൂബറുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന നമ്മുടെ ഫാമിലി അവരുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ ഉയർന്നു വന്നിരിക്കുന്നത്. ഞാൻ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അയാൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ പലപ്പോഴും അയാളുടെ സർവീസ് കിട്ടാണ്ട് പൈസ കൊടുത്തിട്ട് പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഞാൻ എന്താണ് പറയാ, പല തിരക്കുകൾ കൊണ്ടായിരിക്കാം നിങ്ങൾ പൈസ കൊടുത്തതല്ലേ, അപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് തരണ്ട, വീണ്ടും എൻ്റെ അടുത്ത് തന്ന ആ പൈസ ഞാനും വാങ്ങിയിട്ടാണ് ഞാൻ സർവീസ് ചെയ്യുന്നത്. അപ്പൊ രണ്ടവിടെ പൈസ പോകണ്ട, നിങ്ങൾ അവിടെ തന്നെ പോയിട്ട് പറഞ്ഞോളൂ, നിങ്ങൾക്ക് അവർ സർവീസ് ചെയ്തു തരും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിടാറുള്ളത്. ഇപ്പൊ 3000 രൂപ ഉണ്ടോ നമ്മുടെ വാച്ച് അവറിന്റെ ഒക്കെ റേറ്റ് ചില ടൈമിൽ കൂടിയും കുറഞ്ഞൊക്കെ ആയിരിക്കും. 1000 സബ് തേക്കാനുള്ള ആഗ്രഹം കൊണ്ടും 1 ലക്ഷം സബ് തേക്കാം പ്ലേ ബട്ടൺ വാങ്ങണൊക്കെ ഇത് എന്നെ ഒന്ന് സഹായിക്കണം പറഞ്ഞിട്ട് വരുമ്പോൾ നമ്മുടെ ഇതിൽ പേയ്മെന്റ് കൊടുക്കാണ്ടൊന്നും 1 ലക്ഷം സബ്ബൊന്നും കിട്ടില്ല. ലൈഫ് ടൈം ഗ്യാരണ്ടി നോൺ ഡ്രോപ്പ് സബ്ബാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. സബ്ബൊന്നും എവിടെയും പോവില്ല. ഇത് ചാനലിനെ എഫക്ട് ചെയ്യുന്നതല്ല, ചാനലിൽ അവർ വീഡിയോ കാണുന്നില്ല എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യുന്നത്. അവരുടെ ആഗ്രഹത്തിന് പുറത്താണ് ചെയ്യുന്നത്. ഒരാളിന് വിരൽ ചൂണ്ടുമ്പോൾ ആ 3 വിരൽ അവനവന്റെ നെഞ്ഞത്തേക്കാണ് ചൂണ്ടുന്നതെന്ന് അറിയാണ്ട് അത്രയും അധികം ബോധമില്ലാണ്ടാണ് നമ്മളെ കുറ്റം പറയുന്നത്. കുത്തിത്തീർപ്പ് ഉണ്ടാക്കുന്ന പരിപാടി നമ്മുടെ അടുത്തില്ല. അത് ജന്മന നമുക്ക് കിട്ടാത്ത ഒരു കാര്യമാണ്. ഈ കുത്തിത്തീർപ്പ് ഉണ്ടാക്കുന്നത് ഒരാളുടെ മേലെ അസൂയ വെക്കുക, അവൻ ഗ്രോ ചെയ്യുന്നത് അവന്റെ ചാനലിൽ വ്യൂ വരുന്നതിനെ കുറിച്ചിട്ടുള്ള അതിൽ ഗ്രോ ചെയ്യണം, പെട്ടെന്ന് 1 ലക്ഷം സബ്ബാകണം, പ്ലേ ബട്ടൺ. ഇതാണ് ഒരു ബിസിനസ് മൈൻഡ്. അവനൊരു ബിസിനസ്സുകാരനാണ്, അവന്റെ A to Z ഹിസ്റ്ററി എനിക്കറിയാം. അപ്പൊ ആ ഒരു ബിസിനസ് ട്രിക്കാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതേ ക്രൂരമായി ക്രൂശിക്കുന്ന പോലെയുള്ള വീഡിയോ ആണ് അവൻ എപ്പോഴും ചെയ്യുള്ളൂ. നമ്മുടെ എത്ര നന്മ ചെയ്താലും എനിക്ക് ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ഫാമിലിക്ക് എത്ര നന്മ ചെയ്താലും അതിൽ എന്തെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ എന്നെ എന്തായാലും അവഹേളിക്കാൻ തയ്യാറാവും എന്ന ചിന്തയോടുകൂടി തന്നെയാണ് ഞാൻ ഈ വർക്ക് ചെയ്തു കൊടുക്കുന്നത്. എന്റെ ഓഡിയൻസ് എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം എന്നെ തകർക്കാൻ ഒരാൾക്ക് സാധിക്കില്ല. അപ്പോൾ ഇതെല്ലാം കേട്ടല്ലോ. ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, യൂട്യൂബിൽ വിജയിക്കണമെങ്കിൽ അവരവരുടെ കഴിവുകൾ ഉപയോഗിച്ച് മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ കട്ടും മോഷ്ടിച്ചും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചും ഒക്കെ വിജയിക്കാൻ ഇവിടെ പ്രയാസമാണ്. അതായത് പെയ്ഡ് പ്രൊമോഷൻ നടത്തുന്ന ഏവർക്കും പറ്റുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ മുകളിൽ പറഞ്ഞ ഈ വോയിസുകളിലൂടെ നമ്മൾ കേട്ടത്. 4 ആളെ കാണിക്കാനും എൻ്റെ ചാനൽ ഇത്രത്തോളം ഉയർന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടി പെയ്ഡ് പ്രൊമോഷൻ നടത്തുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാതെ യൂട്യൂബിൽ നിന്ന് വരുമാനമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ പോയാൽ ഇതുപോലെ ഇരിക്കും. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ചാനലിനെ ഇല്ലാതാക്കുന്നത്, അല്ലാതെ പെയ്ഡ് പ്രൊമോഷൻ നടത്തുന്നവർ അല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇവരുടെയൊക്കെ യൂട്യൂബ് വീഡിയോകൾ വളരെയധികം ആളുകൾക്ക് അനുഗ്രഹമാകുന്നുമുണ്ട്. യൂട്യൂബിൽ വരുന്ന അപ്ഡേഷനുകളും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ചാനലിൽ ഉണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങൾക്കും ഒക്കെ പരിഹാരം കാണുന്നത് ഇവരുടെയൊക്കെ വീഡിയോസ് കണ്ടിട്ടാണ്. നിങ്ങൾ പോയി പെയ്ഡിന് തലവെച്ചിട്ട് പിന്നെന്തിനാണ് ഇത്തരം ആളുകളെ, പെയ്ഡ് പ്രൊമോഷൻ നടത്തുന്ന ആളുകളെ നിങ്ങൾ പഴിക്കുന്നത്? ഏവർക്കും ഇതൊരു പാഠമാകട്ടെ.